ഭാസ്കരൻ മാസ്റ്റർക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി. വെള്ളൂരിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവും പ്രമുഖ സഹകാരിയും മികച്ച കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ഭാസ്കരൻ മാസ്റ്റർക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി. ഉച്ചയ്ക്ക് 2 മണി മുതൽ വെള്ളൂരിലെ കെ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിവിധ മേഖലകളിലുള്ള നിരവധി വ്യക്തിത്വങ്ങളും നാട്ടുകാരുമാണ് എത്തിച്ചേർന്നത്. വാസു എന്ന അപരനാമത്തിലാണ് ആദ്യകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. CPIMൻ്റെ അവിഭക്ത പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റിയിലും വെള്ളൂർ ലോക്കൽ കമ്മിറ്റിയിലും അംഗമായിരുന്നു. മികച്ച കർഷകൻ കൂടിയായ മാഷ് കർഷക സംഘം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റായും ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിരുന്നു. വെള്ളൂരിലെ സഹകരണ സ്ഥാപനങ്ങളായ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, ക്ഷീരോത്പാദക സഹകരണ സംഘം, പയ്യന്നൂർ ബ്ലോക്ക് കോഴി വളർത്തൽ സഹകരണ സംഘം, വ്യൂവേഴ്സ് സൊസൈറ്റി തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ സ്ഥാപനങ്ങളുടെയെല്ലാം പ്രസിഡന്റായിരുന്നു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെയും പയ്യന്നൂർ കോളേജിൻ്റെയും ഭരണസമിതിയിൽ നീണ്ടകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്രയധികം വൈവിധ്യപൂർണമായ മേഖലകളിൽ ഉടനീളം വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ അപൂർവം നേതാക്കളിലൊരാളാണ് പി ഭാസ്കരൻ മാസ്റ്റർ. ഭാഷാധ്യാപക പ്രസ്ഥാനത്തിൽ, പിന്നീട് KGTAയിൽ, പിന്നീട് അധ്യാപക പ്രസ്ഥാനത്തിൽ മുഴുവനും സർവീസ് കാലയളവിൽ, അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സഹകരണ രംഗത്തും സാംസ്കാരിക രംഗത്തും ലൈബ്രറി രംഗത്തും ഗ്രന്ഥശാല രംഗത്തും ഇതിനൊക്കെ പുറമെ ഇവിടെ ജനതാ ചാരിറ്റബിൾ മിൽക്ക് സൊസൈറ്റി അതിൻ്റെ സംഘാടനത്തിലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ആയിരക്കണക്കിന് മനുഷ്യരുമായി വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ് പി ഭാസ്കരൻ മാസ്റ്റർ. വെള്ളൂരിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഇത്രയധികം വേരുകൾ ആഴ്ത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായി ഞാൻ കണ്ടത് സാംസ്കാരിക രംഗത്തോടുള്ള വലിയ താല്പര്യമാണ്. ആ താല്പര്യം കൂടി അദ്ദേഹത്തിൻ്റെ മറ്റു മേഖലകളിലുള്ള ഇടപെടലുകൾ പോലെ തന്നെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പയ്യന്നൂരിൽ മാലശ്രീ ഹാഷ്മിയൊക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ നാടകോത്സവത്തിൻ്റെ സംഘാടനത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. അന്ന് സംസ്ഥാന നാടകോത്സവവും മാലശ്രീ ഹാഷ്മിക്കുള്ള വരവേൽപ്പൊക്കെ സംഘടിപ്പിക്കുന്നതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിച്ചുകൊണ്ട് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ള മിക്കവാറും നാടകാവതരണങ്ങളുടെ ഒക്കെ ഒരു ഘട്ടത്തിൽ വലിയ താല്പര്യത്തോടെ അദ്ദേഹം സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വളരെ വ്യക്തിപരമായി കൂടിയുള്ളൊരു അനുഭവമാണ്. ഭാസ്കരൻ മാഷുടെ ജീവിത പങ്കാളി സരോജിനി ടീച്ചർ ഞങ്ങൾക്ക് മൂത്ത സഹോദരിയെ പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് ഭാസ്കരൻ മാഷുടെ വിയോഗത്തിൽ ഈ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഹാർദമായ അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. മികച്ച സഹകാരിക്കുള്ള പുരസ്കാരവും മാഷയ്ക്ക് ലഭിക്കുകയുണ്ടായി. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുഖ്യ ശില്പികളിലൊരാളാണ്. ഏച്ചിലാംവയൽ ഗ്രാമീണ ഗ്രന്ഥാലയത്തിൻ്റെ സ്ഥാപകരിലൊരാളായ മാഷ് വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ വളർച്ചയിലും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളൂരിൻ്റെയും പയ്യന്നൂരിൻ്റെയും ഒരു വികസന നായകനായിട്ടാണ് ഭാസ്കരൻ മാഷെ ജനങ്ങളെല്ലാം കണ്ടിരുന്നത്. വളരെ ഏറെ വർഷക്കാലത്തെ വളരെ ദൃഢമായ ഒരു സുഹൃത്ത് ബന്ധം ഭാസ്കരൻ മാഷുമായി, ഭാസ്കരൻ മാഷുടെ മക്കൾ പ്രത്യേകിച്ച് വനിതയുമായി എനിക്ക് ഉണ്ട്. ഭാസ്കരൻ മാഷൊരു അധ്യാപകൻ എന്നുള്ള നിലയിലും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അടിയുറച്ച ഒരു പ്രവർത്തകനും നേതാവ് എന്നുള്ള നിലയിലും, ഒപ്പം കാർഷിക മേഖലയിലും അധ്യാപക മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒരുപോലെ
തൻ്റെ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടി അത് റോഡായാലും മറ്റ് ഏതെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും ഇപ്പം വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള വെള്ളൂർ നമ്മുടെ സഖാവ് ജ്യോതി പ്രസിഡൻ്റായിട്ടുള്ള വെള്ളൂർ സർവീസ് ബാങ്ക് അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്ന് മാത്രമല്ല ഇന്നത്തെ നിലയിൽ ചെറിയ ഒരു ഐക്യനാണയ സംഘം എന്നുള്ള നിലയിൽ നിന്ന് സർവീസ് ബാങ്കായിട്ട് ഉയർത്തി ഇന്നത്തെ നിലയിൽ കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിനുള്ള പങ്ക് ആർക്കും കുറച്ച് കാണാൻ കഴിയില്ല. അതൊരു വലിയൊരു റോളാണ് അദ്ദേഹത്തിന് നേതൃത്വത്തിലുണ്ടായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ഷീരസഹകരണ സംഘം എന്നുള്ള നിലയിൽ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി, വെള്ളൂരിലെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയോട് സമാനമായിട്ട് മറ്റൊരു സൊസൈറ്റി ഇല്ല എന്ന് തന്നെ പറയാം. അത്ര അതിൻ്റെ ഒരു സ്ഥാപക നേതാവാണത്. ഈ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെയാണ് കൃഷി. അദ്ദേഹത്തിൻ്റെ മകൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷണത്തിൽ ഏർപ്പെടാനും നമ്മുടെ ഏഴോം എൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് ഏഴോം പഞ്ചായത്തിലെ കൈപ്പാട് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണം നടത്തിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തി അത് വലിയ മാതൃകയാകത്തക്ക വിധത്തിൽ നെല്ലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഭാസ്കർ മാസ്റ്ററുടെ മകൾ എന്നുള്ള നിലയിൽ മാഷ്ക്കും കൃഷിയിൽ അതീവ തൽപരനായിരുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും അദ്ദേഹം കൈവെക്കാത്ത അദ്ദേഹത്തിൻ്റെ സേവനമില്ലാത്ത ഒരു മേഖലയും നമ്മുടെ വെള്ളൂരിൽ കാണാൻ പറ്റില്ല. ഞാൻ പ്രത്യേകിച്ചും വെള്ളൂർ എന്നാണ് പറയുന്നത്. വെള്ളൂരിൻ്റെ ഏതൊരു ഭാഗത്ത് ചെന്നാലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാം പ്രത്യേകിച്ച് ഞാൻ 10 കൊല്ലം ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഇലക്ഷൻ്റെ സമയത്തെല്ലാം എല്ലാ ഘട്ടങ്ങളിലും എൻ്റെ ഒന്നിച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ പ്രസംഗം നടത്താനും പ്രചരണ പ്രവർത്തനം നടത്താനും അദ്ദേഹത്തിന് വലിയ താല്പര്യത്തോടുകൂടി എൻ്റെ ഒന്നിച്ച് തന്നെ നമ്മുടെ LDFൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു മൂത്ത സഹോദരൻ എന്ന പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു വലിയ നേതാവാണ് ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ നിര്യാണം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു അസുഖം കാരണം കുറച്ച് വിഷമം അനുഭവിക്കായിരുന്നു. പക്ഷേ എന്നാൽ പോലും പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ അദ്ദേഹം നമ്മിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നികത്താനാകാത്ത നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഈ നാട് എല്ലാ കാലവും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള സംഭാവന ഈ നാട്ടിൽ അദ്ദേഹം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഒരു വലിയ ദുഃഖം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളെയെല്ലാം കുടുംബാംഗങ്ങളെയും കാണാൻ വേണ്ടി ഞങ്ങളിപ്പം പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞങ്ങളെല്ലാം ഒരു നിമിഷം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 2000-2005 കാലയളവിൽ പയ്യന്നൂർ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം മാഷുടെ നേതൃത്വപരമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. വെള്ളൂരിൻ്റെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിലും നാട്ടുമധ്യസ്ഥങ്ങളിലും ജനകീയ കൂട്ടായ്മകളിലും മാഷുടെ തനതായ സംഭാവനകൾ നിരവധിയാണ്. 1955 പോത്താങ്കണ്ടം സ്കൂളിൽ ഏകാധ്യാപകനായി. അധ്യാപനത്തിനൊപ്പം തുടർ പഠനം നടത്തി. 1963 ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകനായി. ഭാഷാ അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും KGTA-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. വെള്ളൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന PP ഭാസ്കരൻ മാഷാണ് ഇന്നലെ രാത്രി 12:30 നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. വെള്ളൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളൂരിൽ എല്ലാ മേഖലയും രാഷ്ട്രീയത്തിനപ്പുറം വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെയും അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ മാസ്റ്റർ. ഇന്ന് തലയുയർന്നു നിൽക്കുന്ന വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി,
വെള്ളൂർ ക്ഷീര വ്യവസായ സംഘം, വെള്ളൂർ വീവേഴ്സ് സൊസൈറ്റി, കോഴി വളർത്തൽ സഹകരണ സംഘം, ഈ സംഘങ്ങളുടെ എല്ലാം മുഖ്യ ചുമതല ഭാസ്കരൻ മാഷർക്കായിരുന്നു. ആ നിലയിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ വെള്ളൂർ ജവഹർ വായനശാല, അതുപോലെ തന്നെ വെള്ളൂർ സ്കൂള് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇടവഴികൾ, അതുപോലെ തന്നെ റോഡ് എന്നിവ നിർമ്മിക്കുന്നതിന് മുൻകൈ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിത്വമാണ് ഭാസ്കരൻ മാഷ്. വലിയ നഷ്ടമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭാസ്കരൻ മാഷുടെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഭാസ്കരൻ മാഷുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 1990 പയ്യന്നൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സർവീസ് പെൻഷൻകാരുടെ പ്രധാന സംഘാടകനായി, KSSP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായും ജില്ലാ രക്ഷാധികാരിയായും പ്രവർത്തിച്ച മാഷ് പയ്യന്നൂരിലെയും വെള്ളൂരിലെയും പെൻഷൻ ഭവനുകൾ നിർമ്മിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. വെള്ളൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്ന PP ഭാസ്കരൻ മാസ്റ്റർ ഇന്നലെ രാത്രി ഏതാണ്ടൊരു 12:30 മണിയോടുകൂടിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. PP ഭാസ്കരൻ മാസ്റ്റർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് വന്ന് പോത്താങ്കണ്ടം സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ഏകാധ്യാപകനായി ജോലിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് പടിപടിയായി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് സംഘടനാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തി വന്നിരുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപക സംഘടന, അധ്യാപന ജോലിയോടൊപ്പം തന്നെ തികഞ്ഞ ഒരു കർഷകൻ കൂടിയായിരുന്ന ഭാസ്കരൻ മാഷ് കർഷക പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടിൻ്റെ വികസന കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ സഹകരണ മേഖല, നാട്ടിൻ്റെ നാനാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം മുൻനിന്ന് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. വെള്ളൂരിൽ നിരവധി സഹകരണ സ്ഥാപനങ്ങളുണ്ട്. വെള്ളൂർ സർവീസ് ബാങ്ക്, അതുപോലെ തന്നെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി, കോഴി സൊസൈറ്റി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 1 ഡസനോളം സഹകരണ സ്ഥാപനങ്ങൾ വെള്ളൂരിലുണ്ട്. ഇതെല്ലാം സംഘടിപ്പിക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലുമെല്ലാം അതിൽ മുഖ്യ പങ്ക് വഹിച്ചവരിലൊരാളാണ് ഭാസ്കരൻ മാഷ്. ഭാസ്കരൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൻ്റെ ഒരു വികസന നായകനാണ് ഭാസ്കരൻ മാഷ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എല്ലാ രംഗത്തും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിതാവസാനം വരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് നാട്ടിനും അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനത്തിനും ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാൻ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കോറോം ദേവി സഹായം UP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയായ T. സരോജിനിയാണ് ഭാര്യ. കേരള കാർഷിക സർവകലാശാല പിലിക്കോട് കേന്ദ്രത്തിലെ പ്രൊഫസറും റിസർച്ച് അസോസിയേറ്റ് ഡയറക്ടറുമായ ഡോക്ടർ T. വനജ, കൊടക്കാട് കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക T. കാഞ്ചന, കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ T. അജയകുമാർ, പരേതിയായ വിമല എന്നിവരാണ് മക്കൾ. ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം ഒരു നോക്ക് കാണാൻ നിരവധി ബന്ധുജനങ്ങളും നാട്ടുകാരുമാണ് വീട്ടിലും എത്തിച്ചേർന്നത്. വൈകിട്ടോടെ മൃതദേഹം വെള്ളൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.